നമസ്കാരം. സ്കൂൾ വിദ്യാർത്ഥികളോട് ഇത്തവണ വിരട്ടലിന്റെ നയമാണ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഏകാധിപത്യ മോഡലിലാണ് ഇത്തവണ സ്കൂൾ കലോത്സവം നടക്കുക. റിസൾട്ട് ചോദ്യം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ മന്ത്രി ലക്ഷ്യം വെക്കുന്നത് പ്രശ്നരഹിത കലോത്സവമാണ് എങ്കിലും പ്രതിഷേധക്കാരെ ഭയക്കുന്ന സർക്കാർ എന്ന ചാപ്പ വീണ്ടും അന്വർത്ഥമാവുകയാണിവിടെ. കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന് വിപ്ലവമാണ് മുദ്രാവാക്യം. പക്ഷേ സ്കൂൾ കുട്ടികളുടെ പ്രതിഷേധം കാണാനുള്ള കരുത്ത് പോലും പാവങ്ങൾക്കില്ല. വേദനകളാണ് പ്രതിഷേധമായി മാറുന്നത്. നീതിയാണ് നടക്കുന്നത് എങ്കിലും വേദനകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേദന കാരണം പ്രതിഷേധിക്കുന്നവരുടെ വികാരം കൂടി കേൾക്കേണ്ട സർക്കാരാണ് സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധത്തിന് ഇപ്പോൾ വിലക്ക് പ്രഖ്യാപിക്കുന്നത്. ഇതിലൂടെ പ്രശ്നരഹിത കലോത്സവം നടത്തിയെന്ന് വരുത്താനുള്ള ശ്രമമാണിത്. പണക്കൊഴുപ്പിൽ പല സ്കൂളുകളും സമ്മാനങ്ങൾ കൊണ്ടുപോകും. ഇതിലെ വേദനയാണ് കലോത്സവ വേദികളിലെ കണ്ണീരുകൾക്ക് കാരണമായി മാറുക. സ്കൂൾ കലോത്സവത്തിലെ അട്ടിമറി കഥകൾ പലപ്പോഴും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലെ പ്രതിഷേധ വിലക്ക് പണമുള്ളവർക്ക് വേണ്ടിയാണ് എന്ന വാദവും സജീവമാകുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായാണ് പരസ്യ പ്രതിഷേധങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള നടപടിയുമായി സർക്കാർ രംഗത്ത് വന്നത്. ജില്ലാ കലോത്സവങ്ങളിൽ പലയിടത്തും പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടായതും തീരുമാനത്തിന് കാരണമായി. സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് പരസ്യ പ്രതിഷേധങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ രംഗത്ത് വരുന്നത്. ജില്ലാ കലോത്സവങ്ങളിൽ പലയിടത്തും പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടായതും തീരുമാനത്തിന് കാരണമായി. എറണാകുളത്ത് ഒളിമ്പിക്സ് മാതൃകയിൽ സർക്കാർ സംഘടിപ്പിച്ച സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് പ്രതിഷേധത്തിൽ മുങ്ങിയതിനെതിരെ വേദിയിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നിരുന്നു. കാലാകാലങ്ങളായി ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനെയെല്ലാം സഹിഷ്ണുതയോടെയാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇതുവരേക്കും കണ്ടത്. സമരങ്ങളിലൂടെ വളർന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. പക്ഷേ ഇതേ ശിവൻകുട്ടിക്ക് ഈ കുട്ടി പ്രതിഷേധങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത. സ്കൂൾ മേളകളിൽ ഫലപ്രഖ്യാപനത്തിനുൾപ്പെടെയുണ്ടാകുന്ന തർക്കങ്ങളിൽ വിദ്യാർത്ഥികളെ മുൻനിർത്തി പ്രതിഷേധിക്കുന്ന സ്കൂളുകളെ മത്സരങ്ങളിൽ നിന്ന് വിലക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കുട്ടികൾ സ്വയം പ്രതിഷേധിച്ചാലും അതിന്റെ വില സ്കൂളുകൾ കൊടുക്കേണ്ടി വരും. തീർത്തും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കേരളം മാറുന്നതിനുള്ള തെളിവാണ് കലോത്സവത്തിലെ ഈ പ്രതിഷേധ വിലക്ക്. കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന അധ്യാപകർക്കെതിരെയും നടപടിയുണ്ടാകും. ഇതോടെ കുട്ടികൾ പ്രതിഷേധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട സ്ഥിതി അധ്യാപകർക്ക് വന്നുചേരും. മന്ത്രി അപ്പൂപ്പൻ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. ഇതേ മന്ത്രി അപ്പൂപ്പൻ തന്നെയാണ് കുട്ടികളുടെ പ്രതിഷേധം ഇപ്പോൾ അടിച്ചമർത്തുന്നത്. അടുത്ത വർഷം മുതൽ സംഘടിപ്പിക്കുന്ന കലാകായിക മേളകൾ മുതൽ പ്രതിഷേധക്കാർക്ക് നേരെ നടപടിയെടുക്കാനാണ് ആലോചന. ഈ വർഷവും നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്യ പ്രതിഷേധവുമായി എത്തിയ സംഭവത്തിൽ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ, എറണാകുളം കോതമംഗലം മാർബേസിൽ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്നും വിലക്കാനായി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിലും പ്രതിഷേധിച്ചാൽ സ്കൂളുകൾക്ക് വിലക്ക് ഉറപ്പാണ്. അധ്യാപകർക്ക് ജോലി നഷ്ടം പോലും ഉണ്ടാകും. വിവിധ അധ്യാപക സംഘടനകൾ കൂടി ചേർന്നാണ് കലോത്സവം നടത്തുന്നത്. അവർ പോലും ഇത് ചോദ്യം ചെയ്യുകയാണ്. നാവാമുകുന്ദ സ്കൂളിലെ കായിക അധ്യാപകരായ ഗിരീഷ്, മുഹമ്മദ് ഹർഷദ്, മലയാളം അധ്യാപകനായ പ്രവീൺ പടയമ്പത്ത്, എറണാകുളം മാർബേസിൽ സ്കൂളിലെ കായിക അധ്യാപകരായ ഷിബി മാത്യു, മധു എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനും ഉത്തരവായിട്ടുണ്ട്. പ്രതിഷേധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ ശുപാർശകൾ അവഗണിച്ചുകൊണ്ടാണ് നടപടി. ആക്ഷേപമുള്ളവർ മാനുവൽ പ്രകാരം പരാതി നൽകണം. കുട്ടികളെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് തടയേണ്ടത് അധ്യാപകരാണ് എന്നും ഉത്തരവിൽ പറയുന്നു. തർക്കങ്ങൾ ഒഴിവാക്കാൻ മത്സരത്തിന്റെയും ഫലപ്രഖ്യാപനത്തിന്റെയും നിയമാവലി ബന്ധപ്പെട്ടവർക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്.